ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 69ാം കേരളപ്പിറവി ദിനത്തിൽ സംസ്ഥാനമെമ്പാടും വിപുലമായ ആഘോഷങ്ങൾ. ആശംസകൾ നേർന്ന് രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. രാജ്യത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം. പുതുയുഗ പിറവിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രഖ്യാപനം തട്ടിപ്പെന്ന് പ്രതിപക്ഷം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജ് ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ഗർഭാശയകള ക്യാൻസർ പ്രതിരോധത്തിനായി +1, +2 വിദ്യാർത്ഥിനികൾക്കുള്ള വാക്സിനേഷൻ തിങ്കളാഴ്ച ആരംഭിക്കും. പദ്ധതി ആദ്യം നടപ്പാക്കുന്നത് കണ്ണൂരിൽ. കവിയും സാഹിത്യ നിരൂപകനുമായ KG ശങ്കരപ്പിള്ളയ്ക്ക് ഈ വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരം. ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഫൈനൽ പോരാട്ടം നാളെ. വാർത്തകൾ വിശദമായി. ഐക്യ കേരള രൂപീകരണത്തിന് ഇന്ന് 69 വർഷം. ഭാഷാടിസ്ഥാനത്തിൽ 1956 നവംബർ 1 ഐക്യ കേരളം രൂപീകരിച്ചത്. കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ചലച്ചിത്ര താരങ്ങളായ മോഹൻലാൽ, മമ്മൂട്ടി, കമൽഹാസൻ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഗവർണർ, മുഖ്യമന്ത്രി തുടങ്ങിയവർ കേരളപ്പിറവി ആശംസകൾ നേർന്നു. കേരളത്തിനു പുറമെ മധ്യപ്രദേശ്, ഹരിയാന, പഞ്ചാബ്, കർണാടക, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും ഇന്ന് രൂപീകരണ ദിനം ആഘോഷിക്കുന്നുണ്ട്. രാജ്യത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം. നിയമസഭയുടെ ഇന്ന് ചേർന്ന പ്രത്യേക സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. കേരളം പുതുയുഗ പിറവിയിലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ മാറ്റത്തിലൂടെ ഇത്തവണത്തെ കേരളപ്പിറവി ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുകയാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. ഓരോ കേരളപ്പിറവി ദിനവും നാം ആഹ്ലാദത്തോടെ ആഘോഷിക്കാറുണ്ട്. എന്നാൽ ഈ വർഷത്തെ കേരളപ്പിറവി ദിനം കേരള ജനതക്കാകെ ഒരു പുതുയുഗ പിറവിയുടെ ദിനമാണ്. അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായി നമുക്ക് കേരളത്തെ മാറ്റാൻ കഴിയും എന്ന കാരണത്താൽ ചരിത്രത്തിൽ ഇടം നേടുന്ന കേരളപ്പിറവിയാണിത്. നവകേരള സൃഷ്ടിയുടെ ഒരു നാഴികക്കല്ലുകൂടി പിന്നിടുന്ന ചരിത്ര മുഹൂർത്തത്തിലാണ് ഈ സഭ സമ്മേളിക്കുന്നത്. കേരളപ്പിറവി ദിനത്തിൽ ചേർന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിലെ നടപടികൾ പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. റൂൾ 300 പ്രകാരമുള്ള പ്രസ്താവന മുഖ്യമന്ത്രിക്ക് അവതരിപ്പിക്കാൻ വേണ്ടി പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്തത് ചട്ടവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. കേരളം അതിദാരിദ്ര്യമുക്തമാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം തട്ടിപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു. അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനത്തിനെതിരെ ഇന്ന് കർഷക മോർച്ച വായ മൂടിക്കെട്ടി സമരം നടത്തും. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് കോഴിക്കോട് കിഡ്സൺ കോർണറിൽ മോർച്ച പ്രതിഷേധിക്കും. മലയാള ദിനാഘോഷത്തിന്റെയും ഭരണഭാഷാ വാരാഘോഷത്തിന്റെയും സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ദർബാർ ഹാളിൽ ചടങ്ങ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ജീവനക്കാർക്ക് ചീഫ് സെക്രട്ടറി A. ജയതിലക് ഭരണഭാഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. മലയാള ഭാഷയ്ക്ക് നൽകിയ സംഭാവനകൾ കണക്കിലെടുത്ത് സരസമ്മ KK, ഡോക്ടർ MM ബഷീർ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. മലയാള ദിനാഘോഷത്തിന്റെ ഭാഗമായി നിയമസഭാ ലൈബ്രറിയിൽ സംഘടിപ്പിച്ച പുസ്തക പ്രദർശനം സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. വയലാർ അവാർഡ് ലഭിച്ച കൃതികൾ, ഔദ്യോഗിക ഭാഷാ നിയമങ്ങൾ സംബന്ധിച്ച രേഖകൾ തുടങ്ങിയവയെല്ലാം പ്രദർശനത്തിനുണ്ട്. ഈ മാസം 7 വരെയാണ് പ്രദർശനം. കവിയും സാഹിത്യ നിരൂപകനുമായ KG ശങ്കരപ്പിള്ളയ്ക്ക് ഈ വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരം. മന്ത്രി സജി ചെറിയാൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിലാണ് പുരസ്കാര പ്രഖ്യാപനം നടത്തിയത്. കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഭാഷാപിതാവിന്റെ പേരിലുള്ള പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് KG ശങ്കരപ്പിള്ള പ്രതികരിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് നവീന മാറ്റം സൃഷ്ടിച്ച് സമഗ്ര ശിക്ഷ കോഴിക്കോടിന്റെ മീഠി മലയാളം പദ്ധതി ജില്ലാതലത്തിൽ വ്യാപിപ്പിക്കുന്നു. ഹിന്ദിയും അനുബന്ധ ഭാഷകളും മാതൃഭാഷയായ കുട്ടികൾക്ക് മലയാള ഭാഷാ പഠനം ലളിതമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. കുട്ടികൾക്ക് സ്വാഭാവിക സാഹചര്യങ്ങളിൽ മലയാളം കേൾക്കാനും മനസ്സിലാക്കാനും സംസാരിക്കാനും വായിക്കാനും എഴുതാനുമുള്ള പ്രാപ്തി നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കഥ, കവിത, നാടകം തുടങ്ങിയവ വഴിയും പരിചിതമായ കഥകൾ കോഡ് സ്വിച്ചിംഗ് രീതിയിലൂടെ കേൾക്കാൻ അവസരമൊരുക്കിയും മലയാളം പരിചയപ്പെടുന്ന പരിപാടി കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തുന്നുണ്ട്. അടുത്ത ഘട്ടത്തിൽ വിദ്യാലയങ്ങൾ അധ്യാപകർക്കായി പ്രത്യേകം തയ്യാറാക്കിയ മൊഡ്യൂൾ അനുസരിച്ചുള്ള പരിശീലനവും നൽകും. സംസ്ഥാനത്ത് ഗർഭാശയകള ക്യാൻസർ പ്രതിരോധത്തിനായി +1, +2 വിദ്യാർത്ഥിനികൾക്ക്
HPV വാക്സിനേഷൻ തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ നിർവഹിക്കും. പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലയിലാണ് ആദ്യം പദ്ധതി നടപ്പിലാക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകർ 266 ദിവസമായി നടത്തിവന്ന രാപ്പകൽ സമരം അവസാനിപ്പിച്ചു. ഇതിന്റെ ഭാഗമായുള്ള മഹാപ്രതിജ്ഞാ റാലി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. ആശമാരുടെ ഓണറേറിയം സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ ഭാഗമായി ഭക്തർക്കായുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ ആരംഭിക്കും. ശബരിമല online.org എന്ന വെബ്സൈറ്റ് വഴി ഒരു ദിവസം 70,000 ഭക്തർക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കും. രാജ്യത്തെ പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ ഇലക്ട്രോണിക്സ് മേഖലയിൽ ഗുണകരമായ മാറ്റങ്ങൾക്ക് കാരണമാകുന്നതായി കേന്ദ്ര സർക്കാർ. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ GST കുറച്ചതിലൂടെ താങ്ങാവുന്ന നിരക്കിൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ സാധിച്ചു. ടെലിവിഷൻ മോണിറ്ററുകളുടെയും പ്രൊജക്ടറുകളുടെയും GST 28% നിന്ന് 18% കുറച്ചിട്ടുണ്ട്. AC, ഡിഷ് വാഷർ തുടങ്ങിയവയുടെ GST 28% നിന്ന് 18% ഗാർഹിക ഉപകരണങ്ങൾ സാധാരണക്കാർക്കും ലഭ്യമാക്കാൻ സാധിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളം സന്ദർശിക്കും. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജ് ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. ശ്രീ CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി പദത്തിലെത്തിയ ശേഷമുള്ള ആദ്യ കേരള സന്ദർശനമാണിത്. ഛത്തീസ്ഗഡ് സംസ്ഥാന രൂപീകരണത്തിന്റെ 25ാം വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവ റായ്പൂരിലെത്തി. ഛത്തീസ്ഗഡ് നിയമസഭയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചു. ദിൽ കി ബാത് സംരംഭത്തിന്റെ ഭാഗമായി അടൽ നഗറിലെ ശ്രീ സത്യസായി സഞ്ജീവനി ആശുപത്രിയിൽ 2500ഓളം കുട്ടികളുമായി അദ്ദേഹം സംവദിച്ചു. ബ്രഹ്മകുമാരീസിന്റെ ശാന്തി ശിഖറിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. ഛത്തീസ്ഗഡിൽ 14,260 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർപേഴ്സണായി റസൂൽ പൂക്കുട്ടി ചുമതലയേറ്റു. ചലച്ചിത്ര അക്കാദമിയുടെ തിരുവനന്തപുരത്തെ ഓഫീസിലെത്തിയാണ് അദ്ദേഹം ചുമതലയേറ്റത്. നിലവിലെ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പുനഃസംഘടന. ഓളപ്പരപ്പിലെ ജലരാജാക്കന്മാരുടെ പോരാട്ടമായ ചാമ്പ്യൻസ് ബോട്ട് ക്ലബ് വള്ളംകളി ഇന്ന് ആലപ്പുഴയിൽ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ 5ാമത്തെ മത്സരമാണ് ഇന്ന് പുളിങ്കുന്നാറ്റിൽ നടക്കുന്നത്. പ്രാദേശിക സംഘാടക സമിതിയുടെ നേതൃത്വത്തിലാണ് മത്സരം. വിയപുരം ചുണ്ടനിലൂടെ കൈനകരി വില്ലേജ് ബോട്ട് ക്ലബ് വിജയയാത്ര തുടരുകയാണ്. പോയിന്റ് പട്ടികയിൽ 40 പോയിന്റുമായി വില്ലേജ് ബോട്ട് ക്ലബ് 1ാം സ്ഥാനത്താണ്. കൈനകരി, കോട്ടയം, താഴത്തങ്ങാടി, പിറവം, കോട്ടപ്പുറം എന്നിവിടങ്ങളിലാണ് ഇതുവരെ ചാമ്പ്യൻസ് ബോട്ട് ക്ലബ് മത്സരങ്ങൾ നടന്നത്. ICC വനിതാ ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ നാളെ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വൈകിട്ട് 3 മണിക്ക് മുംബൈയിലാണ് മത്സരം. സെമിയിൽ ഓസീസിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചായിരുന്നു ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം. ഇന്ത്യ ഓസ്ട്രേലിയ T20 പരമ്പരയിലെ 3ാം മത്സരം നാളെ. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:45 ബെല്ലറീവിലാണ് മത്സരം. പരമ്പരയിൽ ഓസീസ് 1-0 മുന്നിലാണ്. കോഴിക്കോട് കക്കോടിയിൽ മതിലിടിഞ്ഞ് അപകടത്തിൽ ഒരാൾ മരിച്ചു. ഒഡീഷ സ്വദേശിയായ അതിഥി തൊഴിലാളിയാണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫയർഫോഴ്സ് സംഭവസ്ഥലത്തുണ്ട്. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ മുൻ എക്സിക്യൂട്ടീവ് സുധീഷ് കുമാർ അറസ്റ്റിൽ. റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇയാളെ ഇന്ന് ഹാജരാക്കും. കേസിലെ 3ാമത്തെ അറസ്റ്റാണ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. സൈനിക് സ്കൂളുകളിൽ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള 6-9 ക്ലാസുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പരീക്ഷയ്ക്കായി ഓൺലൈനായി നവംബർ 9 വൈകിട്ട് 5 വരെ അപേക്ഷിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. 69ാം കേരളപ്പിറവി ദിനത്തിൽ സംസ്ഥാനമെമ്പാടും വിപുലമായ ആഘോഷങ്ങൾ. ആശംസകൾ നേർന്ന് രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. രാജ്യത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം. പുതുയുഗ പിറവിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രഖ്യാപനം തട്ടിപ്പെന്ന് പ്രതിപക്ഷം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജ് ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ഗർഭാശയകള ക്യാൻസർ പ്രതിരോധത്തിനായി +1, +2 വിദ്യാർത്ഥിനികൾക്കുള്ള വാക്സിനേഷൻ തിങ്കളാഴ്ച ആരംഭിക്കും. പദ്ധതി ആദ്യം നടപ്പാക്കുന്നത് കണ്ണൂരിൽ. കവിയും സാഹിത്യ നിരൂപകനുമായ
KG ശങ്കരപ്പിള്ളയ്ക്ക് ഈ വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരം. ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഫൈനൽ പോരാട്ടം നാളെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.